കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധം വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല. നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നടന്നതുപോലെ ഒരു അട്ടിമറിയും വൻ പ്രക്ഷോഭവും ഇന്ത്യയിൽ ജെൻ ഇസഡ് നടത്തുമെന്ന് വെറുതെയെങ്കിലും കുറെ പേർ പ്രതീക്ഷിച്ചത് മാത്രം മിച്ചം. പാർട്ടി പാർട്ടിയുടെ തുടക്കക്കാരനും പ്രധാന നേതാവുമായ അഭിജിത് ദീപ്കെ പ്രക്ഷോഭത്തിനായി ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് ടർക്കിഷ് മാധ്യമമായ TRTക്ക് ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. ഇന്ത്യ വിരുദ്ധ നയങ്ങൾ കാരണം ഈ മാധ്യമത്തെ ഇവിടെ വിലക്കിയിരിക്കുകയാണ്. ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതുകൊണ്ട് ഇദ്ദേഹം ചിലപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. താൻ ഭയപ്പെടുന്നില്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തി എഴുതാൻ താൻ എന്തിനും തയ്യാറായി പോകുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഏതായാലും അമേരിക്കയിൽ നിന്ന് 2 ദിവസം മെനക്കെട്ട് യാത്ര ചെയ്ത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ എത്തിയ പാർട്ടി നേതാവിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഡൽഹി പോലീസും കരുതി. അതുകൊണ്ട് എയർപോർട്ടിൽ വെച്ച് തന്നെ പ്രതിഷേധം നടത്താനുള്ള അനുമതി പത്രം പോലീസ് നേതാവിന് നൽകി. മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ചതുപോലെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ മൈ ഓട്ടോബയോഗ്രഫി എന്ന പുസ്തകവും കയ്യിലുയർത്തി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒരു സ്റ്റൈലൻ വരവാണ് അഭിജിത് ദീപ്കെ നടത്തിയത്. എന്നാൽ എയർപോർട്ടിൽ സ്വീകരിക്കാൻ സമൂഹ മാധ്യമത്തിൽ കണ്ട അത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നില്ല. സുരക്ഷ മുൻനിർത്തി ഡ്യൂട്ടിക്കിട്ടിരുന്ന പോലീസുകാരും ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ വന്ന IB ഉദ്യോഗസ്ഥരും വാർത്ത തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തടിച്ചുകൂടിയ പത്രക്കാരും യൂട്യൂബർമാരും കുറച്ച് പാർട്ടി നേതാക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും പാർട്ടി എന്തൊക്കെയോ മലമറിക്കാൻ പോവുകയാണെന്ന് വാർത്ത വരുന്നതുകൊണ്ട് അനർത്ഥം ഒഴിവാക്കാനായി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും പോലീസും എന്തിനും തയ്യാറായി നേരത്തെ തന്നെ സമരസ്ഥലമായ ജന്തർ മന്ദറിൽ നിലയുറപ്പിച്ചിരുന്നു. 10 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞ് സമരം ആരംഭിച്ചപ്പോൾ 11 മണിയായി. അവിടെയും വന്നുകൂടിയത് പോലീസും പത്രക്കാരും യൂട്യൂബർമാരും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വന്ന ചില കൗതുകക്കാരുമാണ്. ഒടുവിൽ സമരം ആരംഭിച്ചു. അവിടെയും പ്രശ്നം. സമരം നടത്തുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാക്കിയ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച, CBSE 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയ ക്രമക്കേട് ഇവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു. ഇതിലൊരു കൂട്ടർ തത്സമയം ഇന്ത്യയിലെ പ്രക്ഷോഭവും അട്ടിമറിയും ലോക ശ്രദ്ധയിലെത്തിക്കാൻ പുറപ്പെട്ട വിദേശ മാധ്യമങ്ങളെ കണ്ട് പാകിസ്ഥാൻ മുർദാബാദ് എന്ന വിളിയാണ് നടത്തിയത്. അതിനിടയിൽ പാർട്ടിക്ക് പിന്തുണ നൽകിയ SFI ഒരു പണി പറ്റിച്ചു. നമ്മുടെ JNUവിന്റെ സമരത്തിൽ സ്ഥിരം കേൾക്കുന്ന പല്ലവി ഹം ലേക്കർ രഹേഗെ ആസാദി. ഇതോടെ അവിടെ നിന്ന പത്രക്കാരന് സംശയമായി. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇതിനൊപ്പം ആസാദി ആസാദി എന്ന മുറവിളി കൂട്ടിയവർക്ക് അബദ്ധം മനസ്സിലായത്. ഏതായാലും മോദി മീഡിയക്കാരനെന്ന് വിളിച്ച് ആ പത്രക്കാരനെ ഒഴിവാക്കി. ഉള്ളവരെ കൊണ്ട് പ്രതിഷേധം ആരംഭിച്ചപ്പോഴേക്കും ഡൽഹിയിലെ കടുത്ത ചൂടിൽ ഇന്ത്യയുടെ സംവിധാനത്തെ നന്നാക്കാൻ പുറപ്പെട്ട പാർട്ടിയുടെ വക്താവ് സൗരവ് ദാസിന് പിടിച്ചു നിൽക്കാനായില്ല. ഇതോടെ സൗരവ് അവിടെ നിന്ന് മാറി ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് വിശ്രമിക്കുകയും വേലക്കാരൻ നിർത്താതെ വീശിക്കൊടുക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയുടെ സംവിധാനത്തെ ഭയക്കുന്നത് കൊണ്ടായിരിക്കും ചുറ്റും കുറച്ച് അംഗരക്ഷകരും വളഞ്ഞു നിന്ന് വെയിലിൽ വാടാതെ കഴിയുന്നത്ര സംരക്ഷണം നൽകി. സമയം പോകുന്തോറും കോടിക്കണക്കിന് വരുന്ന പാർട്ടി അനുയായികളെയും അവരുടെ പ്രക്ഷോഭത്തെയും തത്സമയം ഒപ്പിയെടുക്കാൻ വന്ന പത്രക്കാർക്ക് നിരാശയായി. സമയം കടന്നുപോയിട്ടും ആള് കൂടുന്നില്ല. പിന്നെ അവർ വന്നു നിന്നവരോടൊക്കെ നിങ്ങൾ എന്തിനാ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നത് എന്ന് തിരക്കി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. കോടിക്കണക്കിനുള്ള നിങ്ങളുടെ ഫോളോവേഴ്സ് എവിടെയെന്നുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് മോദി മീഡിയ എന്ന് വിളിച്ചുപോലായിരുന്നു മറുപടി. ഒരു പത്രപ്രവർത്തക ഇതിലൊരു പെൺകുട്ടിയോട് എന്തിനാണ് സമരത്തിന് വന്നത് എന്ന് തിരക്കിയപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്, അതുകൊണ്ടാണ് വന്നതെന്നാണ് ഉത്തരം. എങ്ങനെ ഇവിടെ എത്തി എന്ന ചോദ്യത്തിന് ഞങ്ങൾ ട്യൂഷൻ ക്ലാസുകളെ പ്രതിനിധീകരിച്ച് എത്തിയതെന്നാണ് കുട്ടിയുടെ മറുപടി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ എന്ത് മാറ്റമാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നതെന്നറിയാനായി പത്രക്കാരൻ കൂട്ടത്തിലൊരു ബുദ്ധിജീവിയെ കണ്ടെത്തി ചോദ്യം ചോദിച്ചു.
ഇദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം നേതാക്കളുടെ മക്കളെല്ലാം വിദേശത്താണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നേതാവായ അഭിജിത്തും വിദേശത്താണല്ലോ പഠിക്കുന്നത്, അവിടെ നിന്നാണല്ലോ വന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എന്ത് പരിഷ്കാരമാണ് നിങ്ങൾ വരുത്താൻ പോകുന്നത്? അതിനും ഉത്തരമില്ല. ഇക്കൂട്ടരുടെ ഇടയിൽ ഓടി നടന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുന്ന പോലീസ് പ്രതിനിധികളെയും കാണാമായിരുന്നു. സമരത്തിൽ പങ്കെടുക്കുന്ന ആരുടെയും മുഖം വിട്ടുപോകാതിരിക്കാൻ അവർ ഡ്രോൺ ചിത്രീകരണവും നടത്തിയിരുന്നു. ഈ സമരത്തെ എങ്ങനെയും തകർക്കാനായി ഒരു കൂട്ടർ സമരസ്ഥലത്തിന് പുറത്തെത്തിയിരുന്നു. ഭാരതത്തെ ബംഗ്ലാദേശും ശ്രീലങ്കയും നേപ്പാളിനെയും പോലെയാക്കി ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത തകർക്കാനെത്തിയ പാർട്ട പാർട്ടികളെ ഉന്മൂലനം ചെയ്യാൻ ഹിറ്റുമായാണ് ഇവർ എത്തിയത്. ഇവരെ തടയേണ്ടതും പോലീസിന്റെ ഉത്തരവാദിത്വമായി. ഇതിനിടയിൽ പണമുണ്ടാക്കിയ ചില വിരുദ്ധന്മാരുമുണ്ട്. ഒരാൾ കോക്രോച്ച് പാർട്ടിയുടെ ടീഷർട്ട് ഉണ്ടാക്കിയാണ് വിൽപ്പന നടത്തിയത്. വേറൊരു കൂട്ടർ ടീമായി മുഖംമൂടി ഉണ്ടാക്കി വിറ്റു. 15 രൂപയ്ക്ക് മുഖംമൂടി ഉണ്ടാക്കി 30 രൂപയ്ക്ക് വിറ്റു. ഇതിനിടയിലാണ് ലഡാക്കിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത സോനം വാങ്ഗോക്കിന്റെ രംഗപ്രവേശനം. ഏതായാലും ഇത് സംഗതി കളറാക്കി. ഇതോടൊപ്പം ദേശീയ മാധ്യമങ്ങളുടെ നിർത്താതെയുള്ള ലൈവ് അപ്ഡേറ്റ് കൂടിയായപ്പോൾ രംഗം വീക്ഷിക്കാൻ കൂടുതൽ ആൾക്കാർ എത്തി. പൂരവും കാണാം, ക്യാമറയിൽ മുഖവും കാണിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് ഇവരെത്തിയത്. നേതാവിന്റെ മുഖം നേരിട്ട് കാണാനും മൊബൈലിൽ ഫോട്ടോ എടുക്കാനും ഉന്തും തള്ളുമായപ്പോൾ വലഞ്ഞത് ഡൽഹി പോലീസാണ്. അവർ വളരെ കഷ്ടപ്പെട്ട് അഭിജിത്തിന് പ്രൊട്ടക്ഷനും നൽകി. ഡൽഹിയിലെ ചൂടും കാഴ്ചക്കാരുടെ ഉന്തും തള്ളും ആയപ്പോഴേക്കും നേതാവിന് പിടിച്ചു നിൽക്കാൻ വയ്യാതായി. പിന്നെ നേതാവിനെ ചുമന്ന് ഒരു AC കാറിൽ കുറച്ചുനേരം എത്തിയ ശേഷമാണ് വീണ്ടും സമരമുഖത്ത് എത്തിച്ചത്. വീട്ടിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കഴിയുന്ന പിള്ളേരെ സംബന്ധിച്ച് വളരെ നേരം ഡൽഹിയിലെ ഈ ചൂടിൽ അവിടെ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടായിരുന്നു. സമരച്ചൂടിൽ തളരുന്നവരെ താങ്ങിയെടുക്കുക, ORS വെള്ളം നൽകുക, ഇങ്ങനെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനും പിടിപ്പത് പണിയായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങിയിട്ടേ സമരസ്ഥലം ഒഴിയുകയുള്ളൂ എന്നാണ് നേതാവായ അഭിജിത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ 3 മണിയായപ്പോഴേക്കും എല്ലാവരും സ്ഥലം വിട്ടു. ഏതായാലും പാർട്ടി നേതാവ് അഭിജിത്ത് ദീപ്കെ പിന്മാറാൻ ഒരുക്കമല്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹം ഈ പ്രക്ഷോഭം രാജ്യവ്യാപകമാക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനേക്കാൾ തലവേദന വന്നത് ഡൽഹി കോർപ്പറേഷൻകാർക്കാണ്. ജന്മിസഡുകാർ തങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയും പാത്രങ്ങളും അലക്ഷ്യമായി അവിടെയും ഇവിടെയും വാരിയെറിഞ്ഞിട്ടാണ് പോയത്. ഇനി ഇത് വൃത്തിയാക്കൽ തൊഴിലാളികളുടെ ജോലി. അവർ ചോദിക്കുന്നത് സിവിക് സെൻസ് പോലും ഇല്ലാത്തവരാണോ സംവിധാനം തിരുത്താൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ്.